നൂൽപ്പുഴ നമ്പിക്കൊല്ലി ലഹരിയുടെ ഉന്മാദത്തിൽ പിതാവും മകനും ചേർന്ന് വാഹനങ്ങൾക്കെതിരെ വ്യാപക ആക്രമണം നടത്തി. തടയാനെത്തിയ പോലീസ് വാഹനത്തിൻ്റെതടക്കം ചില്ലുകൾ തകർത്തു. 1 മണിക്കൂറോളം കത്തിവീശിയും മറ്റും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവരെ പോലീസും നാട്ടുകാരും ചേർന്ന് കീഴടക്കി. ഇന്ന് വൈകുന്നേരം 3:30 നമ്പിക്കൊല്ലിയിലാണ് സംഭവം. നമ്പിക്കൊല്ലി സ്വദേശികളായ കീത്തപ്പള്ളി സണ്ണി, മകൻ ജോമോൻ എന്നിവരാണ് ആക്രമണം നടത്തിയത്. നമ്പ്യാർകുന്നിൽ നിന്നും ബത്തേരിയിലേക്ക് വരികയായിരുന്ന ഗോകുലം ബസ്സിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു തുടക്കം. ആളെ ഇറക്കാൻ നിർത്തിയപ്പോൾ ജോമോൻ ഓടിക്കയറി കത്തിവീശി യാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് ബസ്സിന്റെ വാതിൽ ചില്ലുകളും പിൻഭാഗത്തെ ചില്ലും തകർത്തു. ബസ്സിന് പിന്നിലുണ്ടായിരുന്ന കാറുകളടക്കം 5ഓളം വാഹനങ്ങളെയും ആക്രമിച്ചു. വിവരമറിഞ്ഞ് നൂൽപ്പുഴ പോലീസ് ജീപ്പിലെത്തിയപ്പോൾ ചുറ്റികയും കൊടുവാളുമായി പോലീസുകാരെ ആക്രമിക്കാനായിരുന്നു ശ്രമം. പോലീസുകാർ ഒഴിഞ്ഞുമാറിയപ്പോൾ വാഹനത്തിനു നേരെയായി ആക്രമണം. മുൻവശത്തേത് ഒഴികെയുള്ള മുഴുവൻ ചില്ലുകളും തകർത്തു. ജോമോനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിനിടെ സീനിയർ CPO ധനേഷിന്റെ കൈവിരലുകൾക്കും പരിക്കേറ്റു. അക്രമത്തിനിടെ ജോമോന്റെ കത്തിയിൽ നിന്നും സണ്ണിയുടെ കൈക്കും മുറിവേറ്റു. ഏറെ നേരം നീണ്ട ആക്രമണത്തിന് ശേഷം പോലീസും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും കീഴ്പ്പെടുത്തി ബത്തേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. കസ്റ്റഡിയിലെടുത്ത ഇവരുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു.